ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു, നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു സന്തോഷമുള്ള ദിവസമായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവട്ടെ, എല്ലാവരും പ്രാർത്ഥനയൊക്കെ വേണം. അപ്പോൾ അവിടെ ശ്രുതി അമ്മയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ അല്ല, ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം, അത്യാവശ്യമുണ്ട്. ഹോസ്പിറ്റലിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ അറിയാലോ, ഹാസ്റ്റലിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഹാസ്റ്റലിലേക്ക് പോകണം. അവിടെ ഇന്ന് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് 7.5 മാസത്തെ സ്കാനിങ് ആണ്. അപ്പോൾ ഇന്ന് ബാക്കി കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇന്ന് ടെസ്റ്റും കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്താണ്ടൊക്കെ ടെസ്റ്റൊക്കെ ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവും. ശ്രുതി കൂടി വന്നിട്ട് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കിട്ടിയേക്കുന്നത്. പിന്നെ അല്ലറ നമ്മുടെ അടുത്ത ദിവസം പരിപാടി, വളകാപ്പും കാര്യങ്ങളുടെയൊക്കെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കൺഫേം ആക്കിയിട്ട് നേരെ പോയിട്ടൊന്ന് കണ്ടിട്ട് കൺഫേം ആക്കിയിട്ട് കുഞ്ഞി പരിപാടിയാണ് കേട്ടോ. കുഞ്ഞി പരിപാടി എന്ന് വെച്ചാൽ അതൊക്കെ അടുത്ത് തന്നെ വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റൽ വ്ളോഗാണ്. ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കുക. എന്തൊക്കെയാണ് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ട്. എല്ലാം ഹാപ്പി സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അടുത്തുള്ള വിശേഷ ദിവസങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. ഇവിടെ എല്ലാ കാര്യങ്ങളൊക്കെ കൊച്ചൊരു പരിപാടി നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ അവർ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട. ബാക്കി നമുക്ക് വിശേഷങ്ങൾ അവർ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പറയാം. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയത് ഇപ്പം നമ്മൾ ഏകദേശം ഹോസ്പിറ്റലിലൊക്കെ എത്താറായിട്ടുണ്ട്. അതെ, സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി ഒന്ന് ഉറങ്ങി. ഇന്നലെ ഞങ്ങൾ കളിക്കുകയായിരുന്നു, കൈയൊട്ടി കളിക്കുകയായിരുന്നു. വന്നപ്പോ വൈകി. അപ്പൊ അതുകൊണ്ട് വണ്ടി കിടന്ന് ഉറങ്ങിയത് മോർക്കിരിക്കുന്നു. അതെ, അങ്ങനെ വരാപ്പുഴ പാലം കയറിന് മുന്നേ ഉറങ്ങും. എനിക്കുള്ളൂ എന്താണ്ട് അങ്ങനെ എന്തോ അച്ചേക്കണേന്നു. അതെ, പിൽസം ഉണ്ടായിരുന്നു, കൈ പൊക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മള് തൊട്ടപ്പുറം തന്നെ ഹോസ്പിറ്റലുണ്ട്. അതേ പാലം കയറിക്കൊണ്ടിരിക്കുന്നത് കോതാളെത്തി. അപ്പൊ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്നെന്ത് സ്കാനിങ് ആണ് ശ്രുതി? ഡോപ്ലർ സ്കാനാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ ശ്രുതി എല്ലാം കണ്ടുപിടിക്കുന്നത് ഞാൻ നോക്കിയില്ല, എന്താണെന്ന് ശരിക്കും നോക്കിയില്ല. എന്റെ അറിവില് അല്ലെങ്കിൽ അവരെന്തെങ്കിലും സ്പെല്ലിംഗ് പറയുമ്പോൾ അപ്പൊ തന്നെ സെർച്ച് ചെയ്തത് കണ്ടുപിടിക്കും. എന്ത് സ്കാൻ അറിവില് ഗ്രോത്തും പിന്നെ എന്തെങ്കിലും കൂടെ ഉണ്ടാവും അതിന്റെ അകത്ത്. അതായിരിക്കും വിചാരിക്കണം. 7 മാസത്തില് സാധാരണ ഗ്രോത്ത് സ്കാൻ ആണല്ലോ വരാറ്. അപ്പൊ ഞാൻ നോക്കിയില്ലായിരുന്നു, എനിക്ക് അറിഞ്ഞൂടെ എന്താന്ന് ഡോക്ടർ. ചിലപ്പോ അവിടെ പോയിരിക്കുമ്പോ അവര് പറയും, അല്ലെങ്കിൽ നോക്കും. അങ്ങനെ അമ്മയായിട്ടിരിക്കുന്ന ക്ലാസ് വെച്ചാൽ മനസ്സിലാവില്ലേ? മൊബൈലിൽ നോക്കിക്കൊണ്ട് ഓരോരുത്തർ വിളിച്ചോണ്ടിരിക്കുകയാണ്. പരിപാടിയുടെ ഭാഗമായിട്ട് വളപ്പിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും വിട്ടുപോയാ ഇല്ല എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതാണ് സത്യ യാഥാർത്ഥ്യമെങ്കിലും. അതെ, അപ്പൊ നമ്മളിനി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്താ ഡോക്ടർ പറയണെന്ന് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ എല്ലാരും ഈ വീഡിയോ കാണുമ്പോ ഇപ്പേലും പ്രാർത്ഥിക്കണം, വേറെ കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കും. ആണോ? ഇനി അങ്ങോട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്. നമ്മളിപ്പോ 7.5 മാസത്തല്ലേ ഇത്? 7.5 മാസം. അപ്പൊ കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും നമ്മുടെ മാസമല്ലല്ലോ അവര് നോക്കണത്, അവര് ആഴ്ചക്കണക്കാണ് നോക്കണത്. ഇത്തവണ ഞാൻ ആഴ്ച നോക്കണ്ടോ ഇപ്പൊ എന്റെ ഒരു കണക്കുറകാരം ആഴ്ച 28 ആഴ്ചയല്ലേ? 28ാമത്തെ ആഴ്ചയിലാണ് വരേണ്ടത്. എന്റെ ഒരു കണക്കായിരുന്നു, പക്ഷെ നീ കറക്റ്റ് ഒന്ന് നോക്കണം. അത് നോക്കിയിട്ടാണ് എല്ലാ പ്രാവശ്യം വരാറ്. പക്ഷെ ഇത്തവണ ഒന്നും നോക്കണ്ടാണ് പോന്നേക്കണം. അപ്പൊ നമുക്ക് നേരെ പോയിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം. ഓക്കെ, ബാക്കി നമുക്ക് കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഡോക്ടർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരാളെ ഡ്രസ്സിന് ഒരേ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നു. അതെ, ഇന്ന് തിരക്കുറവാണ്. പൊതുവെ ഇന്ന് തിരക്കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. എന്താ പറയുക, എല്ലാവരും ആൾക്കാരുണ്ട്. വൈകിട്ട് പോയപ്പോൾ അതോടെ കണ്ടേക്കുന്നത്. അപ്പം നമുക്ക് ശ്രുതിനെ വെയിറ്റ് ചെയ്യാം. അപ്പം നോക്കിയാൽ ശ്രുതിനെ അവിടെ കൊണ്ടുപോയി. ശ്രുതിനെ അതിനടുത്തത് വാക്സിൻ എടുക്കാൻ കൊണ്ടേ അല്ലേ? വാക്സിൻ വാക്സിൻ എടുക്കണം. അവിടുത്തെ ഡോക്ടറിനെ കണ്ടതിൻ്റെ വിശേഷമാണ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പറയാം കേട്ടോ. എന്തൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതെല്ലാം നമുക്ക് പുറത്തിറങ്ങിയിട്ടൊക്കെ പറയാം.
അതേ കാലി കണ്ടപ്പോൾ സുഖ കാലി അവിടെ ഷട്ടർ അടിച്ചിട്ടേക്കാണ് ഒന്ന് ഇറങ്ങിയേക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അകത്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, ഒരു വാക്സിൻ ഉണ്ടായിരുന്നു, ബൂസ്റ്റർ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മാസം കൊണ്ട് എടുക്കുന്ന ബൂസ്റ്ററാണ് അല്ലേ. അതെ, അത് അവിടെ ഉള്ളതാണെന്ന് തോന്നണം, നോർമൽ ഇല്ല, അത് അവിടെ മാത്രമുള്ളതാണത്. സാധാരണ ഗർഭിണികൾക്ക് എല്ലാവർക്കും അങ്ങനെ ഇല്ല, അവിടെ കാണിക്കുന്നവർക്ക് ഉണ്ട്. പിന്നെ ചില ഹോസ്പിറ്റലുകളിൽ അങ്ങനത്തെ ഉണ്ടാവുമല്ലോ, അപ്പൊ ചിലപ്പോ വേറെ വല്ല ഹോസ്പിറ്റലിലും ഉണ്ടാവുമായിരിക്കും. അതെ, അപ്പൊ അതും കൂടി ഉണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഡോക്ടറെ കണ്ട് സംസാരിച്ചു നമുക്ക് എല്ലാവരും പ്രാർത്ഥനകൾ കൊണ്ടും എല്ലാം നല്ല സന്തോഷമായിട്ട് തന്നെ അല്ലേ അമ്മ. അമ്മ എന്താണ് ഇങ്ങനെ ഏറ്റവും നല്ല സന്തോഷം. അപ്പൊ സംഭവം എന്ന് വെച്ചാല് നമുക്ക് ഡോക്ടർ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഡോക്ടർ നല്ല സന്തോഷമായിട്ട് തന്നെ പറഞ്ഞു എല്ലാം ഓക്കെയാണ് അല്ലെ. ഇതുവരെ എല്ലാം ഹാപ്പി ആയിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം, വേറെ കുഴപ്പമില്ല. അതെ, ശ്രുതി എല്ലാം ഛർദിക്കണം എന്ന് പറയുമ്പോ ഡോക്ടർ സന്തോഷമായി ഡോക്ടർക്ക്. ഞങ്ങളുടെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായാ മതി. എല്ലാവരും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. അതെ, ഇതുവരെ എല്ലാവരും നല്ല രീതിക്ക് നല്ല പ്രാർത്ഥിക്കണം, നമുക്ക് മനസ്സിലാവേണ്ടത് നമുക്ക് അറിയാം അല്ലെ. ഓരോരുത്തരെ കാണുമ്പോഴാണെങ്കിലും നമ്മളുടെ വീഡിയോ എല്ലാവരിലേക്ക് എത്തണമെങ്കിൽ പോലും നമ്മുടെ കാണുന്ന ആൾക്കാരെല്ലാവരും നമ്മളുടെ കൂടി ഇപ്പൊ പുറത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ കുറെ അമ്മമാരായാലും അമ്മമാരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ. എത്രയില്ലെങ്കിലും ആരെ കണ്ടാലും വീഡിയോ കാണാറുണ്ട്. വീഡിയോ കാണുന്ന കുട്ടി തന്നെ ഞാൻ വീഡിയോ കാണുന്നതിലും പരിചയം എന്റെ ആരുണ്ട് ഞാൻ പറഞ്ഞത്. വീഡിയോ കാണുന്നതിലും കണ്ടു കഴിയുമ്പോ മുൻപരിചയം ഉള്ള പോലെ വർത്താനമൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മള് നമ്മളെ തന്നെ അതൊക്കെ നമ്മളുടെ ഒരു പ്ലസ് ആണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഈ വീഡിയോയിൽ വ്യൂ ഇല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കുറെ അമ്മമാരെ എല്ലാവരും ശ്രുതിക്ക് എങ്ങനെയുണ്ട്, ശ്രുതിക്ക് എല്ലാവരും പ്രാർത്ഥനയുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നെ അല്ലേ. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പോ എന്നെ കണ്ടില്ലെങ്കിലും ചോദിക്കും, ഇപ്പൊ അമ്മയാണെങ്കിൽ പുറത്തിറങ്ങുമ്പോ എങ്ങനെയുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടുകാർ മാത്രമല്ലാണ്ട് നമുക്ക് ഇത്രയും നമ്മുടെ ഫാമിലി തന്നെ, എന്നാലും നമ്മളെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. കൊടുത്താണെങ്കിലും ഓടി വന്നിട്ട് ശ്രുതി എന്തിരിക്കണ്, ശ്രുതിക്ക് എങ്ങനെയുണ്ട്, ഛർദിയൊക്കെ ഉണ്ട്, അതുപോലെ കണ്ണൻ എന്തിരിക്കണം അങ്ങനെ ചോദിക്കുള്ളൂ. പക്ഷെ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടില് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ ചോദിക്കാത്ത കുറെ കാര്യങ്ങൾ ചോദിക്കാറൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല. അതെ അതെ, അങ്ങനത്തെ ആൾക്കാരുണ്ട്, നമ്മളെ അടുത്തുള്ള ആൾക്കാർ വരെ നമ്മൾ ചോദിക്കാറില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ ഉള്ളവര് ചോദിക്കുമ്പോ നമുക്ക് ചിലപ്പോ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, വീഡിയോ കൂടെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളവര് അപ്പൊ കമന്റ് ആയിട്ട് പോലും പറയുമ്പോ നമുക്കൊരു സന്തോഷമാണല്ലോ. മോളെ നന്നായിട്ടിരിക്കുക, അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള കുഞ്ഞാവുണ്ടാകട്ടെ, അങ്ങനെയൊക്കെ പറയുമ്പോ പറയണത് തന്നെ നമുക്കൊരു സന്തോഷമുള്ള. പിന്നെ അല്ലാണ്ട് ചില സമയത്തുള്ള ഓരോരുത്തരുടെ സംസാര വാക്കുകളൊക്കെ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പൊ എന്ന് വെച്ചാല് അതാണ് നമുക്ക് ഇതിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതലുള്ള. നമുക്ക് കമന്റ് കൂടി ചോദിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് നമ്മളോട് ചോദിക്കണ പോലെ തന്നെ തോന്നും. അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. നമുക്ക് ഇതുകൊണ്ടുണ്ടാക്കിയ നമുക്ക് കുറെ നമ്മുടെ സാമ്രാജ്യങ്ങൾ അതൊക്കെയാണ് അല്ലേ. അതാണ് ഏറ്റവും വലിയ നമുക്ക് ഇതിന്ന് കിട്ടിയേക്കണ സമ്പാദ്യം എന്ന് പറയുന്നത്, എല്ലാവരും സ്നേഹമാണ്. അപ്പൊ നമ്മള് യൂട്യൂബിലെ വരുമാനം അങ്ങനെ ഒന്നും വെച്ചല്ല, അതില്ലെന്നല്ല, അതുണ്ട് വരുമാനത്തിന് വേണ്ടി അത് അങ്ങനെ ചോദിക്കണേ ഭയങ്കര സന്തോഷമാണ്. അതെ, സത്യമായിട്ട് തന്നെ പറഞ്ഞോളൂ. അതിപ്പോ ക്യാൻറ്റീനിൽ ഇന്നലെ തന്നെ എറണാകുളത്ത് അമ്പലത്തിൽ ഊണഴിക്കാൻ പോയ കുറച്ച് പേര് അതിലേ പോയപ്പോഴ് ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നോക്കണേരുന്ന് കാണാൻ പറ്റുമോ നോക്കണേരുന്ന്, ശ്രുതി എന്തിരിക്കണ്, എന്തുണ്ട് വിശേഷം, കണ്ണം പോയ ജോലിക്ക് അങ്ങനെയൊക്കെ ചോദിക്കണേക്കും വേണ്ടല്ല. ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാല് നമ്മുടെ ഫാമിലി ഉള്ളവര് ഞങ്ങൾ എന്റെ കണ്ണാന്നുള്ള പേര് മറന്നു. എല്ലാവരും കുറച്ച് പേര് അത് നമ്മുടെ വേണ്ടപ്പെട്ടവര് അതൊക്കെ തന്നെ കാര്യങ്ങൾ. ഫാമിലിയിലുള്ള ആൾക്കാര് ശ്രുതിക്ക് ഇപ്പൊ 7 മാസം 8-ാം മാസം അങ്ങനെ 10 ദിവസം കൂടി ഉള്ളു. ശ്രുതിനോട് മിണ്ടാത്ത ആൾക്കാർ വരെയുണ്ട്. അതെ, എന്റെ അടുത്തൊക്കെ മൈൻഡേ ചെയ്യൂല. അങ്ങനെ വേണ്ട ഞങ്ങളുടെ ഫാമിലിയില് കുറച്ച് ആൾക്കാര്. നമുക്ക് കുഴപ്പമില്ല, നമ്മിപ്പ അവരും വേണ്ടിയിരുന്ന് വന്ന് ശ്രുതിനെ കളയാനായിട്ട് പോകണ്ട. അതൊക്കെ നമുക്ക് ജോലിക്ക് പോവാതെയാണ് ഇപ്പൊ വീഡിയോ ആണ് ഒരുമിക്ക ആൾക്കാർക്ക് അറിയാം. ഞാൻ ക്യാൻറ്റീനിൽ 8 ദിവസം ഒഴിവെടുക്കാറ്. പക്ഷെ അമ്മക്ക് ഇപ്പൊ ഭയങ്കര മടിയാണ്. അതെ, പിന്നെ ഇപ്പൊ ശ്രുതി ഇങ്ങനെ ഇരിക്കുമ്പോ ഒറ്റക്ക് ഇരിക്കണ്ടേന്നൊക്കെ ഓർത്ത് ഞാൻ എല്ലാ സ്വിച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇടക്കിടക്ക്
നമ്മൾ ഒഴിവെടുക്കണുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണ്ടേ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അയ്യോ അന്ന് അങ്ങനെ ഒഴിവെടുക്കായിരുന്നു, അന്ന് കൂടെ നിൽക്കായിരുന്നു വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങളുണ്ട്, പിന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ട്. കുറച്ച് ഫാമിലിയിലുള്ള ആൾക്കാർ ചോദിച്ചില്ലെന്ന് ഓർത്ത് ഇനിയും ചോദിക്കണ്ട കേട്ടാ. വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അയ്യോ അവര് ഞങ്ങളെ മനസ്സിലാക്കിയാന്ന് ചോദിച്ചു. പക്ഷേ ഈ വീഡിയോസ് എല്ലാം അവർ കാണുന്നുണ്ട്. അത് നമുക്കറിയാം. അത് ദൈവം സഹായിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് നമുക്ക് അതറിയാൻ പറ്റുന്നുണ്ട്. ഇന്ന് വരെ ചോദിക്കാത്ത ആൾക്കാരുണ്ട്. മുഖാമുഖം കണ്ടാ പോലും ചോദിക്കൂല. അതെ, അപ്പൊ അത്ര ഞങ്ങൾക്ക് സന്തോഷം. അതൊക്കെ സന്തോഷമുള്ള ആദ്യമൊക്കെ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താണോ എന്നോട് അങ്ങനെ കാണിക്കണേ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന എല്ലാവരും കൊണ്ടാട്ട ഫാമിലിയുടെ പേരും. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്തായാലും അവരങ്ങനെ കാണിച്ചാലും ശ്രുതി ഞങ്ങൾ അങ്ങനെ ഒഴിക്കൊന്നും കളയാൻ പോടില്ല. അപ്പൊ ശ്രുതിക്ക് അപ്പൊ ഞാനിങ്ങനെ അമ്മനോടായാലും വന്ന് പറയുമായിരുന്നു, എന്നാലും എന്താണാവോ എന്നോട് കണ്ടിട്ട് ഇപ്പൊ ശീലമായിട്ടത്. ഇപ്പൊ ശരിക്കും ശീലായി. ചില്ലായിട്ട് എടുക്കും. അതെ, അത്രയൊക്കെ കാര്യമില്ല. അപ്പൊ ഡോക്ടറിന്റെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ വെച്ച് ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ട് നേരെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പൊ അതും കൂടി മേടിക്കാനുണ്ട്. പിന്നെ നമ്മളതെല്ലാം വീഡിയോയിൽ കാണിക്കാട്ടാ. അതെ 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 അതെ. അപ്പൊ ബാക്കി വിഷയം നമുക്ക് പോയിട്ട് കാണാം. ഓക്കെ. അപ്പൊ നേരെ നോക്കി ഞങ്ങൾ നേരെ എവിടെ എത്തി കഴിക്കാനായിട്ട് വന്ന്. അതെ, മന്തിക്കടയിൽ ഇവിടെ നടക വലിച്ചു വരുത്തിട്ടുണ്ട്. ഫോട്ടോ പൂസ് വിശക്കണ ചൂടാവാണ്. എൻ്റെ അടുത്ത് വന്നില്ല എന്ന് പറഞ്ഞിട്ട് 3 മണിയായി. ശ്രുതിക്ക് ഇവിടുത്തെ സൂഫി മന്തിയിലെ മന്തി കഴിക്കണം ഒരു ആഗ്രഹം അല്ലേ? വന്നിട്ട് എത്ര വന്നിട്ടുണ്ട്? 2 പ്രാവശ്യം വന്നിട്ട് പിന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ മന്തി, ഇവിടുത്തെ മയനീസ് കഴിക്കുന്ന ആഗ്രഹം. നമ്മുടെ അതെ. ഞങ്ങളുടെ മന്തി വന്നു. കഴിച്ചിട്ട് കഴിച്ചിട്ട് വിശപ്പാണ്. വിശപ്പിന്റെ വിളി വന്നിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി. ഇപ്പം നമ്മൾ ചേച്ചിനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നമ്മളുടെ വളകാപ്പ് പരിപാടിയുടെ ഭാഗമായിട്ട് ഒന്ന് റെഡിയാവാൻ വന്നേക്കണേ. അപ്പം വേറെ ഒന്നല്ല കേട്ടോ, നമുക്ക് മുടിയൊക്കെ ഒന്ന് വെട്ടണം. ചേച്ചിക്ക് മുടി വെട്ടണം. അപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള. അപ്പം നമ്മളിപ്പോൾ വന്നേക്കണത് മിടുക്കിയിലാണ് വന്നേക്കണത്. നമ്മളുടെ കല്യാണത്തിൻ്റെയും എൻഗേജ്മെൻറ്റിൻ്റെയും എല്ലാ ലുക്കും ചെയ്ത് തന്നേക്കണത് മിടുക്കിയിലത്തെ ടീമാണ്. ഇനിയിപ്പോൾ വളകാപ്പം ചെയ്യണതും മിടുക്കി തന്നെയാണ്. അപ്പം എന്തായാലും ഇനി അവളകത്ത് കയറിയിട്ട് ജസ്റ്റ് കാണിക്കാം. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ എന്താ ചെയ്യണമെന്നൊക്കെ കാണാല്ലേ. അവിടെ ചെല്ലുമ്പോഴേക്കും എന്തൊക്കെയാണ് കാര്യങ്ങളും. അപ്പം എന്തായാലും നമുക്ക് അകത്ത് തരാം. അപ്പം അത് അമ്മ ഇങ്ങനെ മുടി വെട്ടാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. എന്ത് കട്ട് വെട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കണേന്ന്. അപ്പം എന്തായാലും മുടി വെട്ടാനിരിക്കട്ടെ. പിന്നെ അകത്ത് കറണ്ട് ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചേച്ചി ത്രെഡ് ചെയ്യാനിരിക്കണം. ഇനിയപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണിക്കട്ടെ.